അസ്സലാമലൈക്കും. ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളി നേരിയ പീസാക്കി കട്ടാക്കിയതാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി വന്നാൽ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് ചെറിയ പീസാക്കി കട്ടാക്കിയത്, കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കിയത്, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേഗം വഴറ്റിയെടുക്കാൻ പറ്റും. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, എല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. മൊത്തത്തിൽ അങ്ങ് നന്നായി വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വീണ്ടും മൂടി തുറന്ന് അങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് അതുപോലെ വഴറ്റി കിട്ടും. ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിൽ 4 വിസിൽ എടുത്ത ബീഫാണ്. ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ 4 വിസിലടിക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചതന്ന മാതിരിയാകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കണം. ഞാൻ 4 പീസേ ക്രഷാക്കാൻ എടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി എടുക്കണം. ഈ ഉള്ളി മസാലയും ബീഫും തമ്മിൽ മൊത്തത്തിൽ മിക്സാക്കണം. നല്ലൊരു സ്നാക്സാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ബീഫ് മസാല നല്ലോണം ആറി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ സ്നാക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കവർ ചെയ്ത ഷീറ്റാണ്. ഇനി കുറച്ചേ ഉള്ളൂ ഷീറ്റ്, പഫ്സിൻ്റെ ഷീറ്റ്. അതിൽ നിന്ന് ഒന്നെടുക്കണം. ഇതുപോലെ വലിച്ചൊന്നെടുക്കണം. നേരെ ഷീറ്റാണ്, പക്ഷേ ഏത് കടി ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റാണ്. ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. മറ്റേ ഷീറ്റ് രണ്ടാമത്തെ കടിക്ക് ഉണ്ടാക്കാം. കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും കട്ടിയിൽ ചെയ്യണം. ഒരു ഷീറ്റ് എടുത്തിട്ട് 2 ഭാഗമായിട്ട് മുറിക്കണം. അതിൽ നിന്ന് ഒരു ഭാഗം എടുക്കാം. എന്നിട്ട് 4 ഭാഗത്തും ഈ മൈദ മിക്സില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുന്ന രീതിയിൽ ബ്രഷ് കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. മസാല വെച്ച് കൊടുത്ത ശേഷം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഷീറ്റിലേക്കും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി കവർ ചെയ്യാം. ഇനി ഒട്ടിക്കാൻ പണിയൊന്നുമില്ല. ഇതുപോലെ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ മൈദയുടെ പേസ്റ്റ് ഒട്ടിച്ചു കൊടുത്തോണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തോണ്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊണ്ട്. മൊത്തത്തിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഇറച്ചിപ്പെട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേ വേണ്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്യണം. ആയിട്ടില്ല, ഇനിയുണ്ട്. ഇനി ഒരു മുട്ട എടുത്തിട്ട് നന്നായി കടയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാൻ, ഇട്ട് കൊടുക്കുന്നില്ല. മസാലയിൽ തന്നെ അതെല്ലാം ഉണ്ട്. ഇനി ഓരോ പെട്ടിയായിട്ട് ഇതിലേക്ക് മുക്കിയെടുക്കണം. ബ്രെഡ് പൊടിച്ചതുണ്ട്, അതിലേക്കും മുക്കിയെടുക്കാം. അങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ആദ്യം മുട്ടയിലും മുക്കി പിന്നെ ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കണം. ഇനി എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലോണം ചെയ്തെടുത്തിന്. പിന്നെ എണ്ണ കുറച്ചേ ഉള്ളൂ, കാരണം 3 ദിവസം കൂടുമ്പോൾ എണ്ണ മാറ്റണമല്ല. അതുകൊണ്ട് ഇന്ന് മാറ്റണം. അതുകൊണ്ടാണ് ഇതിൽ തന്നെ പൊരിച്ചെടുക്കുന്നത്. എണ്ണ ഓവറായിട്ട് വെക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് 1 മാത്രം ഇട്ട് കൊടുത്തത്. ഇത് നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. പെട്ടിയല്ല, അതുകൊണ്ട് നല്ലോണം പൊങ്ങി വരും. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അറിയിക്കണം, ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്.
പിന്നെ എൻ്റെ മറ്റ് വീഡിയോസും കാണണം. കുറേ ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.